നമസ്കാരം. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറും സർക്കാരും പോർമുഖം തുറന്നിരിക്കുന്നു. അതിനിടെ പോര് തെരുവിലേക്ക് വരെ എത്തി. ഗവർണർക്കെതിരെ SFIയുടെ വലിയ പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. ഭാരതാംബ ജീവിതത്തിന്റെ ഭാഗമെന്ന് ആവർത്തിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. നിലപാടിൽ ഉറച്ച് ഗവർണറും നേരിടാൻ സർക്കാരും. സമഗ്രമായ വാർത്തകളുമായി ടോപ്പ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ഭാരതാംബ ചിത്രത്തെ ചൊല്ലി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൻ സംഘർഷം. ഗവർണർ പങ്കെടുത്ത സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധം. ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടെങ്കിലും മാറ്റാതെ സംഘാടകർ. പ്രതിഷേധത്തിനിടെ പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ. സർക്കാർ പരിപാടികളിൽ കാവിപ്പതാക ഏന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണറെ എതിർപ്പറിയിക്കാൻ സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ അതിശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, തൃശൂർ, വയനാട് ജില്ലകളിൽ നാളെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വയനാട് വനറാണി എസ്റ്റേറ്റിൽ മണ്ണിടിച്ചിൽ. പുന്നപ്പുഴയിലെ ഉരുൾ അവശിഷ്ടങ്ങൾ നീക്കാൻ 195 കോടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ചരിത്രം കുറിച്ച് ശുഭാൻഷു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത്. ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചു. ആക്സിയം 4 ദൗത്യത്തിലെ 4-അംഗ സംഘം നാളെ വൈകിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. ആശംസ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. അടിയന്തരാവസ്ഥ ജനാധിപത്യ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിപ്പോൾ നടക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് കോൺഗ്രസ്. തൃശൂർ പടിഞ്ഞാറേച്ചിറ മലിനമയം. കക്കൂസ് മാലിന്യമടക്കം കുളത്തിൽ തള്ളുന്നതായി പരാതി. സ്ഥലം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയത് 100-ലധികം ചാക്ക് മദ്യക്കുപ്പികൾ. ടോപ്പ് 10 സ്പെഷ്യൽ. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മരിച്ചത് നിലമ്പൂർ മുണ്ടേരി വാണിയമ്പുഴ കോളനിയിലെ ബില്ലി. മൃതദേഹം കൊണ്ടുവരാൻ പോയ ഡിങ്കി ബോട്ട് ഒഴുക്കിൽപ്പെട്ടു. ബോട്ടിലുള്ളവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്നും 950 പേരെന്ന് NIA കോടതിയിൽ. ലിസ്റ്റിൽ ഒരു മുൻ ജില്ലാ ജഡ്ജിയും. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്നും 240 പേരുടെ പട്ടിക ലഭിച്ചെന്നും NIA. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഋഷഭ് പന്തിന് നേട്ടം. ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ 1 സ്ഥാനം മെച്ചപ്പെടുത്തി 7ാം സ്ഥാനത്ത്. യശസ്വി ജയ്സ്വാൾ 4ാം സ്ഥാനത്ത്. ഗാസയിൽ കനത്ത ആക്രമണം തുടർന്ന് ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 50-ലേറെ പേർ. 400-ലധികം പേർക്ക് പരിക്ക്. വെടിനിർത്തൽ തുടരുന്നതിനാൽ നാളെ വ്യോമപാത തുറക്കുമെന്ന് ഇറാൻ. സ്റ്റോറി ഓഫ് ദ ഡേ. മനക്കരുത്തുണ്ട്, ഒപ്പം നിൽക്കാൻ നന്മ നിറഞ്ഞവർ ഉണ്ടാകണം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആദ്യം നോക്കാം. വീണ്ടും ഭാരതാംബ ചിത്ര വിവാദം. കേരള സർവകലാശാലയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ ആർത്തിരമ്പി SFI KSU പ്രതിഷേധം. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചോദിച്ചു. പ്രതിഷേധത്തിനിടെ അടച്ചിട്ട മുറിയിൽ ഗവർണർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഭാരതാംബയുടെ ചിത്രം വച്ചത്. എന്നാൽ ഭാരതാംബയുടെ ചിത്രം ഒരു സർക്കാർ സ്ഥാപനത്തിൽ വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നായിരുന്നു SFI നിലപാട്. നിയമാവലിക്ക് വിരുദ്ധമായാണ് ചിത്രം സെനറ്റ് ഹാളിൽ വച്ചിരുന്നത് എന്നാണ് രജിസ്ട്രാർ ചൂണ്ടിക്കാണിച്ചത്. സംഘാടകർ ചിത്രം മാറ്റാൻ തയ്യാറാകാത്തതോടെ പിന്നെ കണ്ടത് അസാധാരണമായ പ്രതിഷേധവും സംഘർഷവും.
മറ്റൊരു പരിപാടിയിലായതുകൊണ്ട് ഗവർണർ പങ്കെടുക്കില്ലെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പിന്നാലെ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമമുണ്ടായി. ഇതിനിടയിൽ അത്യന്തം നാടകീയമായി ഗവർണർ സർവകലാശാലയുടെ കോമ്പൗണ്ടിലേക്ക് എത്തി. പ്രതിഷേധിച്ച SFI KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഞങ്ങളുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇവിടെ സമരം ചെയ്യും. ഭരണഘടനക്ക് കീഴിലാണ് ഗവർണർ. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പേടിയും പേടിക്കാത്തൊക്കെയുള്ള വ്യക്തിപരമായ കാര്യം. പുറത്ത് പ്രതിഷേധം ശക്തമായപ്പോൾ അടച്ചിട്ട മുറിയിൽ ഗവർണർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. താൻ ആരുടെയും ആദർശത്തെ എതിർക്കുന്നില്ലെന്നും തന്റെ ആദർശങ്ങളെ ആരും എതിർക്കേണ്ടതില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. In the ruling party and other parties or opposition are there, they always come out and say our voice is suppressed. We are not allowed to speak. We are not allowed to speak. They come out in the street and they speak and tell us that we are not allowed to speak. This, I do not know what sort of intentions and contentions they have. യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഗേറ്റിനു മുന്നിൽ രാജ്ഭവൻ ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന പേരിൽ ബാനർ സ്ഥാപിച്ച പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതേസമയം വഴങ്ങാൻ സാധ്യമല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ക്യാമറാമാൻമാരായ സനിൽകുമാറിനും രാജേഷ് താവലോടിനും വിഷ്ണുവിനുമൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിലുള്ള എതിർപ്പ് ഔദ്യോഗികമായി ഗവർണറെ അറിയിക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാട് മുഖ്യമന്ത്രി രേഖാമൂലം ഗവർണറെ അറിയിക്കും. മറ്റു ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന കാര്യം സർക്കാർ ചൂണ്ടിക്കാട്ടും. നിയമവകുപ്പുമായി ചർച്ച ചെയ്ത ശേഷമാണ് സർക്കാരിന്റെ തീരുമാനം. ഭാരതാംബ വിഷയത്തിൽ ഗവർണർ സർക്കാർ പോര് മുറുകുമ്പോഴാണ് ഔദ്യോഗികമായി കത്ത് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം അതിശക്തമായ മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴ കണക്കിലെടുത്ത് ഇടുക്കി, തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായത്. അടുത്ത 4 ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മോശം കാലാവസ്ഥയായതിനാൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ കാറളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമർ ഇടിഞ്ഞു വീണ യുവാവ് മരിച്ചു. കാറളം ചെണ്ടമ അങ്കണവാടിക്ക് സമീപമാണ് സംഭവം. നെടുമ്പള്ളി വീട്ടിൽ ബൈജുവാണ് മരിച്ചത്. വീടിന്റെ പുറത്തുള്ള ഓടിട്ട ശുചിമുറിയിൽ കുളിക്കാൻ കയറിയതായിരുന്നു. കനത്ത കാറ്റിലും മഴയിലും ശുചിമുറി തകർന്ന് ബൈജുവിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അടുത്ത വീട്ടിൽ ജോലി ചെയ്തിരുന്നവർ ശബ്ദം കേട്ടെത്തിയപ്പോഴാണ് അപകടം നടന്നത് അറിയുന്നത്. ഉടനെ തന്നെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. ഇവർ സ്ഥലത്തെത്തി ശുചിമുറിയുടെ ചുമരുകൾ നീക്കി ബൈജുവിനെ പുറത്തെടുത്ത് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. പുന്നപ്പുഴയിൽ അസാധാരണമായ നിലയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. വില്ലേജ് റോഡിൽ വെള്ളം കയറി. പ്രതിഷേധവുമായി ദുരന്തബാധിതർ രംഗത്തെത്തി. റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ശക്തമായ മഴയാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയത്. 2024 ജൂലൈ 30 കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലുള്ള പുഴയിൽ വലിയ തോതിൽ ചെളിവെള്ളം നിറഞ്ഞ് കുത്തൊഴുക്കുണ്ടായതാണ് ആശങ്കയുണർത്തിയത്. ഉരുൾപൊട്ടലിന് പിന്നാലെ സൈന്യം പുഴയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബെയിലി പാലത്തിന് സമീപത്ത് വരെ മുണ്ടക്കൈ റോഡിലും വെള്ളം കയറി. ബെയിലി പാലത്തിനപ്പുറം റാണിമല, ഹാരിസൺ എസ്റ്റേറ്റുകളിൽ ജോലിക്ക് പോയ തൊഴിലാളികൾ മഴയത്ത് ഒറ്റപ്പെട്ടതും ആശങ്ക സൃഷ്ടിച്ചു. പിന്നീട് ഇവരെ സുരക്ഷിതമായി ഇക്കരെ എത്തിച്ചു. സ്ഥലത്തെത്തിയ റവന്യൂ സംഘത്തെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു.
സുരക്ഷിത മേഖലയായി അടയാളപ്പെടുത്തിയ ഭാഗത്ത് വരെ വെള്ളം കയറിയതായി നാട്ടുകാർ ആരോപിച്ചു. സമയത്ത് മാറ്റി പാർപ്പിച്ചു. ഞങ്ങൾ എല്ലാവരും വാടകയ്ക്ക് പോയി. പക്ഷെ സർക്കാർ ഇപ്പൊ ഞങ്ങൾക്ക് വാടകയും തരുന്നില്ല, 9,000 തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോകേണ്ട പ്രശ്നമില്ല. മാറുന്ന പ്രശ്നമില്ല ഇവിടെ. അത് എന്ത് വന്നാലും പറ്റില്ല. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒന്നുമില്ല, നമ്മൾ കുഞ്ചേരിമട്ടം ഭാഗം വരെ പോയി നോക്കിയതാണ്. അവിടെ പുതിയ പൊട്ടലൊന്നുമല്ല. അവിടെ ലാസ്റ്റ് പൊട്ടിയ സമയത്ത് 53 lakh മെട്രിക് ടൺസ് നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഷുഡ് ബി റെഡി ഫോർ. അപ്പോൾ അവിടെ എന്താണ് നിലവിലുള്ള ഡെബ്രിസ് ആണ് താഴോട്ട് വന്നത്. പുതിയ പൊട്ടലൊന്നും നിലവിലൊന്നും റിപ്പോർട്ട് ചെയ്തു. കാലവർഷം ആരംഭിച്ചു മുതൽ കനത്ത മഴ ഈ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം നീരൊഴുക്ക് ഇതാദ്യമായാണ്. ഇതാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതും. അമൃത ന്യൂസ്, വയനാട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പുന്നപ്പുഴ നദിയിൽ അടിഞ്ഞുകൂടിയ ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തികൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഇതിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തി. 195 കോടി 55 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി നൽകിയത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോക്കാം. ഇനി ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ ആക്സിയം 4 ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്ക, ഹംഗറി, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ബഹിരാകാശ യാത്രികരും ദൗത്യത്തിന്റെ ഭാഗമാണ്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തും. 5, 4, 3, 2, 1 ignition. ഫ്ലോറിഡയിൽ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 വിക്ഷേപണം. പുതുതായി വികസിപ്പിച്ചെടുത്ത സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ദൗത്യസംഘത്തിന്റെ യാത്ര. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാൻഷു. 41 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുകയാണ്. നാസയുടെയും ISROയുടെയും സഹകരണത്തോടെയാണ് ആക്സിയമിന്റെ വിക്ഷേപണം. അമേരിക്കൻ കമ്പനിയായ ആക്സിയമിന്റെ ആക്സിയം 4 മിഷന്റെ 4 പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളാണ് ശുഭാൻഷു. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗവും ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷുവാണ് മിഷൻ പൈലറ്റ്. ഇന്ത്യയ്ക്കു വേണ്ടി പ്രധാനമായും 7 പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ബഹിരാകാശ നിലയത്തിൽ നടത്തുക. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ മസിലുകളുടെ ശോഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായക പരീക്ഷണങ്ങളാണിവ. ഗഗൻയാൻ ദൗത്യത്തിനു മുമ്പ് ബഹിരാകാശത്ത് ചെലവഴിക്കാൻ ശുഭാൻഷുവിന് സാധിക്കുന്നത് ഗഗൻയാൻ പദ്ധതിക്കും നേട്ടമാകും. ബഹിരാകാശത്ത് ഏറെ പരിചയസമ്പത്തുള്ള നാസയുടെ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ മിഷൻ തലപ്പത്തുണ്ട്. പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സുവോ സുസാൻസ്കിയും ഹംഗറിയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികൻ ടിപ്പർ കാപ്പു എന്നിവർ മിഷൻ സ്പെഷ്യലിസ്റ്റുമാരാണ്. 14 ദിവസം നീണ്ടുനിൽക്കുന്ന ദൗത്യത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് മിഷൻ ലക്ഷ്യമിടുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാരണങ്ങളാൽ 6 തവണ മാറ്റിവെച്ച ശേഷമാണ് ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചത്. ശുഭാൻഷുവിന്റെ യാത്രയ്ക്കായി 550 കോടി രൂപ ഇന്ത്യ ചെലവഴിച്ചു. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ച അനുഭവ സമ്പത്തുള്ള ശുഭാൻഷുവിന്റെ ഈ ചരിത്ര നേട്ടത്തിലേക്കുള്ള യാത്ര ഓരോ ഭാരതീയനും അഭിമാനമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ശുഭാൻഷു ശുക്ലയുടെ കുടുംബം അദ്ദേഹത്തിന്റെ ചരിത്ര ദൗത്യത്തിന് സാക്ഷിയാകാൻ കെനഡി സ്പേസ് സെന്ററിൽ എത്തിയിരുന്നു. മകന് എല്ലാ ആശംസകളും മാതാപിതാക്കൾ നേർന്നു. നിറ കണ്ണുകളോടെയാണ് ദൗത്യത്തിന് കുടുംബം സാക്ഷിയായത്. ഞങ്ങൾ വലിയ ഭൂമിയെ വലം വയ്ക്കുകയാണ്. ഇത് ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ പദ്ധതിയുടെ തുടക്കമാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ആക്സിയം 4 ദൗത്യം വിജയകരമായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതിന് തൊട്ടുപിന്നാലെ ശുഭാൻഷു ശുക്ല ബഹിരാകാശ പേടകത്തിൽ നിന്നും അയച്ച സന്ദേശം ഇങ്ങനെയാണ്. ഫാൽക്കൺ 9 അപ്പർ സ്റ്റേജിൽ നിന്നും വേർപിരിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം സന്ദേശം കൈമാറിയത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇൻസ്റ്റഗ്രാമിൽ വൈകാരികമായ സന്ദേശം അദ്ദേഹം പങ്കുവച്ചത്. ഒരുമിച്ച് പങ്കാളിയായതിന് കാംനയ്ക്ക് പ്രത്യേക നന്ദി. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമാകില്ലായിരുന്നു. അതിലുപരി ഇതിനൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ശുഭാൻഷു ശുക്ല കുറിച്ചു. ആക്സിയം 4 ദൗത്യത്തിനായി യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപായി ഒരു ഗ്ലാസ് ഭിത്തിയുടെ ഇരുവശങ്ങളിൽ നിന്നും യാത്ര പറയുന്ന ചിത്രവും അദ്ദേഹം കുറിപ്പിനൊപ്പം പങ്കുവച്ചു.
അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ദിവസം സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ ജനാധിപത്യത്തെ അറസ്റ്റ് ചെയ്തതുപോലെയായിരുന്നുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ ഇന്ന് തുടക്കമിട്ടു. അതേസമയം കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യൻ ജനാധിപത്യം വ്യവസ്ഥാപിതവും അപകടകരവുമായ ആക്രമണം നേരിടുകയാണെന്നും ഇത് നേരത്തെയുള്ളതിന്റെ 5 മടങ്ങാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് തിരിച്ചടിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടനാ മൂല്യങ്ങൾ മാറ്റിവെക്കപ്പെട്ടു, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു, പത്രസ്വാതന്ത്ര്യം ഇല്ലാതാക്കി, രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹിക പ്രവർത്തകരെയും സാധാരണക്കാരെയും ജയിലിൽ അടച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ദിവസം സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥയുടെ ആ ഇരുണ്ട ദിനങ്ങൾ ഓർമ്മിക്കുന്നവരോടും ആ സമയത്ത് കഷ്ടപ്പാട് അനുഭവിച്ചവരുടെ കുടുംബങ്ങളോടും സോഷ്യൽ മീഡിയയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കിടാനും മോദി എക്സ് പോസ്റ്റിലൂടെ അഭ്യർത്ഥിച്ചു. 1975 മുതൽ 1977 വരെയുള്ള ലജ്ജാകരമായ ആ കാലഘട്ടത്തെക്കുറിച്ച് യുവാക്കൾക്കിടയിൽ ഇത് അവബോധം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി എക്സിലെ പോസ്റ്റിൽ കുറിച്ചു. ജനാധിപത്യത്തെ പിടിച്ചുകുലുക്കിയ ഇരുണ്ട കാലമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു. രാജ്യം ഒരിക്കലും സ്വേച്ഛാധിപത്യത്തിനു മുന്നിൽ തലകുനിക്കില്ലെന്നും തന്റെ അധികാരത്തിന് ഭീഷണിയുണ്ടെന്ന് കണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നും അമിത്ഷാ പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യൻ ജനാധിപത്യം വ്യവസ്ഥാപിതവും അപകടകരവുമായ ആക്രമണം നേരിടുകയാണെന്നും ഇത് നേരത്തെയുള്ളതിന്റെ 5 മടങ്ങാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് തുറന്നടിച്ചു. സർക്കാർ പാർലമെന്റിനെ ദുർബലപ്പെടുത്തുകയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശം ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിലെ ഒന്നായ അടിയന്തരാവസ്ഥയ്ക്ക് 50 വർഷം തികയുന്ന വേളയിൽ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ വാക്പോരും മുറുകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇനി ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. പൂരനഗരി 5 സ്റ്റാർ പദവിയിലേക്ക് ഉയരുമ്പോഴും തൃശൂർ പടിഞ്ഞാറേച്ചിറ മലിനമയം. പാവനമായ പടിഞ്ഞാറേച്ചിറ ശുചീകരിച്ചപ്പോൾ കിട്ടിയത് 100-ലധികം ചാക്ക് മദ്യക്കുപ്പികളാണ്. കക്കൂസ് മാലിന്യം അടക്കം കുളത്തിലേക്ക് തള്ളുന്നത് നിത്യസംഭവമെന്ന് പരാതി. വാർത്ത കാണാം. 1.5 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പരിസരത്തെ താമസക്കാർ ചേർന്ന ചിറ വൃത്തിയാക്കിയത്. 2 ഏക്കറോളം വിസ്തൃതിയുള്ള 4 നൂറ്റാണ്ടോളം പഴക്കമുള്ള ചിറ മുഴുവനായി വൃത്തിയാക്കാൻ ലക്ഷങ്ങൾ ചിലവിടണം. ചെരുപ്പുകളും വസ്ത്രങ്ങളും പാഴ്വസ്തുക്കളും അടക്കം വലിയ മാലിന്യ ശേഖരമാണ് തീർത്ഥക്കുളമായി അറിയപ്പെടുന്ന ചിറയിൽ നിന്ന് കിട്ടിയത്. ശുചീകരിച്ച ദിവസങ്ങൾക്കകം തന്നെ പടിഞ്ഞാറച്ചിറയിൽ വീണ്ടും മാലിന്യം അടിഞ്ഞുകൂടി. കക്കൂസ് മാലിന്യമടക്കം രാത്രിയിൽ കുളത്തിലേക്ക് ഒഴുക്കുകയാണ്. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെയും അയ്യന്തോൾ ഭഗവതിയുടെ ആറാട്ട് നടക്കുന്നത് പടിഞ്ഞാറച്ചിറയിലാണ്. ബ്രഹ്മസ്വം മഠവും സ്വാമിയാർ മഠങ്ങളായ തെക്കേ മഠവും നടുവിൽ മഠവും ചിറയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഠങ്ങളിലെ വൈദിക വിദ്യാർത്ഥികളും സ്വാമിയാർമാരും ആചാര്യന്മാരുമെല്ലാം കുളിച്ച് ശുദ്ധി വരുത്തുന്നതും പടിഞ്ഞാറച്ചിറയിലാണ്. മതിലുകൾ തകർന്ന ഭാഗത്തോടെയാണ് മാലിന്യം കുളത്തിലേക്ക് തള്ളുന്നതെന്ന് ബ്രഹ്മസ്വം മഠം ഭാരവാഹികൾ പറയുന്നു. ഈ ചിറ മുമ്പ് തരക്കേടൊന്നും ഇല്ലാത്ത വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ കുറച്ച് കാലമായിട്ട് എന്താ വെച്ചാൽ കണ്ടാൽ കുളിക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് അത് മാറി. പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാലിന്യങ്ങൾ നിറഞ്ഞുകൂടുകയാണ് ചെയ്യണത്. പല തരത്തിലും മാലിന്യങ്ങൾ വരുന്നുണ്ട്. ഈ വഴി കൂടെ പോകുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ ആരും അറിയാതെ കണ്ട് വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് പല തരത്തിലുള്ള മാലിന്യങ്ങളും ആ മാലിന്യങ്ങൾ ഈ ചിറയിലേക്ക് വലിച്ചെറിയുക എന്നുള്ളത്. ഈ ചിറ അത് ഏതെങ്കിലും വിധത്തിൽ അത് സംരക്ഷിക്കുക. ഇവിടെ വെള്ളം ഇത്ര ഉള്ളത് കൊണ്ടാണ് ഈ ചുറ്റുവട്ടത്തെ എല്ലാ കിണറുകളിലും വെള്ളമുള്ളത്. സമീപത്ത് ഒഴിഞ്ഞ കെട്ടിടത്തിൽ ലഹരി മാഫിയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിളയാട്ടമാണ്. പുറമ്പോക്കിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിൽ നിന്നും ബാറിൽ നിന്നും മാലിന്യം തള്ളുന്നതായി സമീപവാസികൾ മുഖ്യമന്ത്രിക്കും മേയർക്കും നൽകിയ പരാതിയിൽ പറയുന്നു. നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ പടിഞ്ഞാറച്ചിറയ്ക്ക് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടണമെന്നും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. ചിറ സംരക്ഷണത്തിന് സർക്കാരിന്റെ കോർപ്പറേഷന്റെ ഇടപെടൽ അത്യാവശ്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോർപ്പറേഷൻ നടത്തുന്ന നഗര സൗന്ദര്യവൽക്കരണത്തിൽ എന്തുകൊണ്ട് പടിഞ്ഞാറേച്ചിറ ഉൾപ്പെടുന്നില്ല എന്നും നാട്ടുകാർ ചോദിക്കുന്നു. പ്രതികരണത്തിലേക്ക്. നഗരത്തിലെ മാലിന്യം മുഴുവൻ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. രാത്രി ആയാൽ ഈ പരിസരം വിജനമാണ്. വിജനമായ സ്ഥിതിക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ ലൈറ്റുകളുടെ ബൾബുകളാണ്, ചെറിയ ചെറിയ ബൾബുകൾ. ഇതൊക്കെ
ഹൈമാസ് ലൈറ്റ് ഇടാമെന്നൊക്കെ പറയുന്നല്ലാതെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. വേദാന്തം പഠിക്കുന്ന കുട്ടികൾ ഫുള്ള് പടിഞ്ഞാറച്ചറയിൽ കുടിച്ചിട്ട് ഈ അടുത്ത കാലത്ത് സ്കിൻ ഡിസീസൊക്കെ ഉണ്ടായതായിട്ട് അറിഞ്ഞു. കുളത്തിൻ്റെ നവീകരണത്തിന് സർക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ കോർപ്പറേഷനോ അല്ലെങ്കിൽ കേരള സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നൊരു സഹായം ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട്, ഇപ്പോൾ ഒരു പ്രൈവറ്റ് കുളം എന്നുള്ള രീതിയിലാണ് അവരത് ബുദ്ധിമുട്ട് പറയുന്നത്. പക്ഷേ ഇത്രയും ചരിത്രമുറങ്ങുന്ന ഒരു കുളമാണിത്. കാരണം തൃശ്ശൂർ പൂരമായിട്ട് അഭേദ്യമായ ബന്ധം ഈ കുളത്തിനുണ്ട്. ഇതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു സാംസ്കാരിക പൈതൃകമുള്ള തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തുകൊണ്ട് ഇത്ര കാലവും ആരും ശ്രദ്ധിച്ചില്ല? വളരെ ഭംഗിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു അത്ഭുതമായിരിക്കും. അത് ചെയ്യാനായിട്ട് ആരെങ്കിലും സഹായിച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകും. ഹരീഷ്, പ്രതികരണങ്ങളൊക്കെ കണ്ടു. എന്തൊരു ദുരാവസ്ഥയാണ്, എന്താണ് അധികൃതർ പറയുന്നത്? വിവരങ്ങൾ എങ്ങനെ? ഈ തൃശ്ശൂരിൻ്റെ നഗരമധ്യത്തിൽ തന്നെയാണ് പടിഞ്ഞാറേച്ചിറ സ്ഥിതി ചെയ്യുന്നത്. വളരെ പരിപാവനമായ ഒരു ചിറയാണ്. തൃശ്ശൂർ പൂരവുമൊക്കെയായി വലിയ ബന്ധമുള്ള ചിറയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടേക്ക് വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപണം നടക്കുന്നു, അല്ലെങ്കിൽ മലീവസമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രദേശവാസികൾ പ്രധാനമായും പറയുന്നത്. ഇതിനരികിലുള്ള ബാർ ഹോട്ടൽ, അതുപോലെ തന്നെ അപ്പുറത്തുള്ള ടൂ വീലർ വർക്ക്ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു മതിൽ പൊളിഞ്ഞ ഭാഗത്തോടുകൂടി ചിറയിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. ഇതിൽ കക്കൂസ് മാലിന്യം വരെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളൊരു പരാതിയാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം തുടങ്ങിയ നിരവധി മാലിന്യങ്ങൾ റോഡിലൂടെ പോകുന്നവർ വരെ ഈ ഒരു ചിറയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ പ്രധാനമായുള്ള മതിൽക്കെട്ട് നിർമ്മിക്കണം, അല്ലെങ്കിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് ഇത്തരത്തിലുള്ള ഈ ചിറയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, വളരെ പരിപാവനമായ ഒരു ചിറയാണ്. ഈ ഒരു ബ്രഹ്മസമഠം അടക്കം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ള ചിറയാണ്. ഈ വേദ പഠിക്കുന്ന കുട്ടികളടക്കം, അതുപോലെ തന്നെ ആചാര്യന്മാരും സ്വാമിമാരും എല്ലാം ഉപയോഗിക്കുന്ന ഈ ഒരു പരിപാവനമായ ചിറയാണ്. അത് എത്തരത്തിൽ ഇങ്ങനെ മലീവസമാക്കാൻ ആളുകൾക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു തടയിടണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായും സർക്കാരും കോർപ്പറേഷനും ഒക്കെ ഇടപെട്ട് അത് ഈ ഒരു നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി തന്നെ ചിറയും സംരക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ശരി, വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകിയത്. വാർത്തകൾ തുടരുന്നു. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. മൃതദേഹം കൊണ്ടുവരാൻ തിരിച്ച ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് ചാലിയാറിൽ ഒഴുക്കിൽപ്പെട്ടു. ചാലിയാറിൽ കുടുങ്ങിയ 5 ഫയർഫോഴ്സ് സംഘത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള NDRF ശ്രമവും തുടരുകയാണ്. നിലമ്പൂർ മുണ്ടേരി വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ചാലിയാറിന് അക്കരെയുള്ള വാണിയമ്പുഴയിലെ താൽക്കാലിക കുടിലിനു സമീപത്ത് വെച്ചാണ് ബില്ലി കൊല്ലപ്പെട്ടത്. 2019 പ്രളയത്തിൽ പാലം തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു വാണിയമ്പുഴ. കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ എത്തിയ ഫയർഫോഴ്സ് സംഘം ചാലിയാറിലെ കനത്ത ഒഴുക്കിൽപ്പെട്ടു. ഫയർഫോഴ്സ് സംഘം ചാലിയാർ കടക്കാൻ ഉപയോഗിച്ച ഡിങ്കി ബോട്ട് അപകടത്തിൽപ്പെട്ട് മറയുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെട്ടെങ്കിലും ചാലിയാറിന്റെ അക്കരെ കുടുങ്ങി. അപകട സാധ്യതയുള്ള പ്രദേശത്താണ് സംഘം നിലവിലുള്ളത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ NDRF സംഘം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ ചാലിയാറിലെ കനത്ത ഒഴുക്കും ഇരുട്ടും മഴയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. അതേസമയം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമം നാളത്തേക്ക് മാറ്റി. അമൃത ന്യൂസ്, മലപ്പുറം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുമുള്ള 950 വ്യക്തികളുടെ പേരുകളുണ്ടെന്ന NIA ഹൈക്കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മുൻ ജില്ലാ ജഡ്ജിയുടേതടക്കമുള്ള പേരുകൾ പ്രതികളിൽ നിന്നും കണ്ടെടുത്തുവെന്നും NIA പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന അവർക്ക് ഭീഷണിയായ മറ്റ് സമുദായങ്ങളിലെ നേതാക്കളുടെ പേരുകൾ ശേഖരിക്കുകയും എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് NIA ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. എതിരാളികളെ നേരിടാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ കേഡർമാർക്ക് ശാരീരികവും ആയുധ പരിശീലനവും നൽകുന്നുണ്ടെന്നും NIA പറയുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഏർപ്പെട്ടിട്ടുണ്ടെന്നാരോപിച്ച് 2020 NIA കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് 2022 ഡിസംബറിൽ
പാലക്കാട് നടന്ന RSS നേതാവ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തിരുന്നു. ഈ രണ്ട് അന്വേഷണവും NIA ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ KV എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് NIA റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രതിയായ സിറാജുദ്ദീനിൽ നിന്ന് പിടിച്ചെടുത്ത 8 രേഖകളിൽ ഇതര സമുദായങ്ങളിൽ നിന്നുള്ള 240 പേരുടെ പട്ടികയുണ്ടെന്നും പ്രതിയായ അബ്ദുൾ വഹാബിന്റെ കയ്യിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെച്ച 5 പേരുടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും ഇതിലായിരുന്നു മുൻ ജില്ലാ ജഡ്ജിയുടെ പേര് ഉൾപ്പെട്ടതെന്നും NIA പറയുന്നു. മറ്റൊരു പ്രതിയിൽ നിന്ന് 232 പേരുകൾ പിടിച്ചെടുത്തുവെന്നും ഇയാൾ മാപ്പുസാക്ഷിയായെന്നും പിന്നീട് പ്രതി അയ്യൂബിന്റെ വീട്ടിൽ നടന്ന പരിശോധനയിൽ 500 പേരുടെ ലിസ്റ്റും പിടിച്ചെടുത്തിരുന്നുവെന്നും NIA പറയുന്നു. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും ഇത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം തീവ്രവാദത്തിൽ ഉൾപ്പെടുമെന്നും NIA കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ആരോപണങ്ങളെല്ലാം കുറ്റാരോപിതർ നിഷേധിച്ചു. യാതൊരു തെളിവുമില്ലാതെ കെട്ടിച്ചമച്ചതാണ് ആരോപണങ്ങളെന്നും തങ്ങൾ നിരപരാധികളാണെന്നും ഇവർ പറഞ്ഞു. ഇരുവിഭാഗങ്ങളുടെ വാദം കേട്ട കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് തോൽവിയിലും നേട്ടമുണ്ടാക്കി വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത്. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ താരം 7ാം സ്ഥാനത്തേക്ക് കയറി. ടെസ്റ്റ് ചരിത്രത്തിൽ 800 റേറ്റിംഗ് പോയിന്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായും പന്ത് മാറി. സിംബാബ്വേയുടെ ആൻഡി ഫ്ലവറിന് ശേഷം ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു മത്സരത്തിന്റെ 2 ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടുന്ന 2ാമത്തെ വിക്കറ്റ് കീപ്പറാണ് പന്ത്. യശസ്വി ജയ്സ്വാൾ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്തുണ്ട്. ഗാസ മുനമ്പിൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ 50-ലധികം പേർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട്. ഗാസ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ ആക്രമണം. അതിനിടെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ ഇറാൻ ബ്രിഗേഡിയർ ജനറൽ അലി ഷത്മാനി കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മധ്യ ഗാസയിലെ നെറ്റ്സാരിം ജംഗ്ഷന് സമീപം നിരവധി പേർ കാത്തുനിൽക്കുന്നതിനിടയിലാണ് ഇസ്രായേലി വെടിവയ്പുണ്ടായത്. നിരവധി പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മാസം അവസാനം വിവാദമായ ഇസ്രായേലും US പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനും സ്ഥാപിച്ച സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ആക്രമണം ഉണ്ടായത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ഗ്രൂപ്പിന് കഴിയുന്നില്ല എന്നും ഇസ്രായേലിന് സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു ആയുധമാക്കി ഭക്ഷണത്തെ മാറ്റുന്നു എന്നുമാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള വിമർശനം. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ കേന്ദ്രങ്ങൾ ഇസ്രായേലി സേന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന് വളരെ അടുത്താണ്. അതിനാൽ വലിയ ജനക്കൂട്ടം ഒത്തുകൂടിയപ്പോൾ അവർ ഇസ്രായേലി വെടിവയ്പ്പിന് ഇരയാകുന്നുവെന്നാണ് റിപ്പോർട്ട്. ഭക്ഷണ പാഴ്സലുകൾ പോലെയുള്ള ലഭ്യമായ എന്തും കയ്യിലെടുക്കാൻ സഹായ കേന്ദ്രങ്ങളിൽ ആളുകൾക്ക് 20 മിനിറ്റ് മാത്രമേ നൽകുന്നുള്ളൂ. ആ 20 മിനിറ്റ് കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വെടിവയ്പ്പ് ആരംഭിക്കുന്നു. ഇങ്ങനെ ഈ കേന്ദ്രത്തിൽ ധാരാളം ആളുകൾ മരിക്കുന്നുണ്ടെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിന്റെ ഉപരോധം മൂലം ദാഹം കൊണ്ട് മരിക്കാൻ സാധ്യതയുള്ള കുട്ടികളുള്ള ഒരു മനുഷ്യനിർമ്മിത വരൾച്ചയ്ക്ക് തുല്യമായ അവസ്ഥയാണ് ഗാസ നേരിടുന്നതെന്ന് യൂണിസെഫ് മുന്നറിയിപ്പ് നൽകി. ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ പലസ്തീനികളെ വധശിക്ഷാ രീതിയിൽ കൊലപ്പെടുത്തുന്നുവെന്നുമാണ് വിമർശനം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പാകിസ്ഥാന്റെ ആയുധങ്ങൾ അതീവ രഹസ്യമായി നവീകരിക്കുകയാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ചൈനയുമായി സഹകരിച്ചാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ നിർമ്മാണം നടത്തുന്നതെന്നാണ് സൂചന. ഇതിൽ അമേരിക്ക ആശങ്കയും മുന്നറിയിപ്പും നൽകിയതായി ദേശീയ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭയന്ന പാകിസ്ഥാൻ ആയുധങ്ങൾക്കായി പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുന്നതായാണ് സൂചന. ചൈനയുടെ സഹായത്തോടെ ആയുധങ്ങൾ അതീവ രഹസ്യമായി നവീകരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായി ഇനിയും സംഘർഷമുണ്ടാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ നിർമ്മാണത്തിന് പാകിസ്ഥാൻ തുടക്കമിടുന്നതെന്നാണ് റിപ്പോർട്ട്. ആയുധ നവീകരണത്തിന് ചൈനയുടെ സഹായം തേടിയതോടെ അമേരിക്കയും ഇക്കാര്യം ഗൗരവമായാണ് കാണുന്നത്. അമേരിക്കയിൽ വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിക്കുന്നതെന്നാണ് US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 5500 കിലോമീറ്ററിനപ്പുറത്ത് ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകളെയാണ് ഭൂഖണ്ഡാന്തര മിസൈലുകളെന്ന് വിശേഷിപ്പിക്കുക. ഇത് തങ്ങൾക്ക് വെല്ലുവിളിയാണെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. മിസൈൽ വികസിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചാൽ ആണവായുധ ശേഷിയുള്ള എതിരാളിയായി കണക്കാക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. നിലവിൽ ചൈന, ഉത്തര കൊറിയ, റഷ്യ എന്നീ രാജ്യങ്ങളാണ് അമേരിക്കയുടെ ആണവ എതിരാളികൾ. നിലവിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് നേരിട്ട് US വരെ എത്താവുന്ന മിസൈലുകളില്ല. അതിനാൽ ഇന്ത്യയെ ആണവ എതിരാളിയായി US കണക്കാക്കിയിട്ടുമില്ല. അതേസമയം പാകിസ്ഥാൻ ഇതുവരെ ഹ്രസ്വദൂര, മധ്യദൂര മിസൈലുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്.
അത് ഇന്ത്യയെ നേരിടാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നാണ് പാകിസ്ഥാന്റെ വാദം. നിലവിൽ പാകിസ്ഥാന് ഭൂഖണ്ഡാന്തര മിസൈലുകളില്ല. പാകിസ്ഥാന്റെ പക്കലുള്ള ഏറ്റവും ദൂരത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന മിസൈൽ എന്നത് ഷഹീൻ 3 ആണ്. ഇതിന്റെ പരമാവധി പ്രഹരപരിധി 2700 കിലോമീറ്റർ മാത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈന നൽകിയ മിസൈലുകൾ പരാജയപ്പെട്ടത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആഷിർ നന്ദ ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ മാനസിക പീഡനം കാരണമെന്ന കുടുംബം. അധ്യാപകർക്കെതിരെ കുട്ടികളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആഷിർ നന്ദ ആത്മഹത്യ ചെയ്തത്. പിന്നാലെ അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണവുമായി ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി. അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആഷിർ നന്ദയുടെ അച്ഛൻ പ്രശാന്ത് പറയുന്നു. 9ാം ക്ലാസ് തുടങ്ങിയ ശേഷം കുട്ടിയെ ഡിവിഷൻ മാറ്റിയിരുത്തി. സ്വന്തം കൈപ്പടയിൽ ഇനി മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ തന്നെ പഠനം തുടരാമെന്ന് എഴുതി വാങ്ങിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചാണ് ആഷിർ നന്ദയെ കൊണ്ട് എഴുതി വാങ്ങിച്ചതെന്നാണ് കുടുംബത്തിന്റെ പരാതി. വിഷയത്തിൽ വിദ്യാർത്ഥികൾ സ്കൂളിനുള്ളിൽ പ്രതിഷേധിച്ചു. കുട്ടികൾക്ക് പിന്തുണയുമായി രക്ഷിതാക്കളുമെത്തി. ന്യൂസ് ഡെസ്ക് അമൃത TV. പാതിവില തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി തട്ടിപ്പിനിരയായ സ്ത്രീകൾ. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കുള്ള കേസായതിനാലാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതെന്ന് വോയിസ് ഫോർ വുമൺ ഭാരവാഹികൾ പറഞ്ഞു. പാതിവിലക്ക് ഗൃഹോപകരണങ്ങളും സ്കൂട്ടറും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിലെ അന്വേഷണം വൈകുകയാണ്. ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തട്ടിപ്പിനിരയായവർ ചൂണ്ടിക്കാണിക്കുന്നു. തുടക്കത്തിലെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതൊരു തട്ടിപ്പാണ്, ഒരു അലേർട്ട് തന്നിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്. എന്തുകൊണ്ട് ഗവൺമെന്റ് അപ്പോൾ നടപടിയൊന്നും സ്വീകരിച്ചില്ല? ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് പോലും ഇത്രയും നാളായിട്ട് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. മൊഴിയെടുക്കൽ നടക്കുന്നേ ഉള്ളൂ. ദ്രുതഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതെല്ലാം. സംസ്ഥാനത്തെ പല രാഷ്ട്രീയ നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് വോയിസ് ഫോർ വുമൺസ് ഭാരവാഹികൾ ആരോപിക്കുന്നു. മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഫോട്ടോ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടന്നത്. സ്കൂട്ടർ വിതരണത്തിനായി സംഘടിപ്പിക്കപ്പെട്ട പരിപാടികളിൽ ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ടതിനാലാണ് തങ്ങൾ പണം നിക്ഷേപിച്ചതെന്നും തട്ടിപ്പിനിരയായ സ്ത്രീകൾ പറഞ്ഞു. വടക്കം പറവൂര് വെച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുവരുന്നത്. അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാര്, MLA മാരൊക്കെ കൂട്ടുകൂടിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതിയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നേതാക്കന്മാരാണ്. ഒരു CSR ഫണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു MLAക്കോ MPക്കോ അറിയാൻ പറ്റും ഞങ്ങളൊരു ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ചെറിയൊരു സേവനം നടത്തുന്ന ആളുകളാണ്. അപ്പം ഇതിന് കൊട പിടിക്കാൻ നിന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. കേസിലെ പ്രതികളായ അനന്തുകൃഷ്ണന്റെയും ആനന്ദ്കുമാറിന്റെയും മൊഴിയനുസരിച്ച് തട്ടിപ്പ് വിഹിതം കൈപ്പറ്റിയിട്ടുള്ളവരിൽ നിന്നും പണം തിരികെ പിടിക്കണം. പോലീസ് കണ്ടെത്തിയിട്ടുള്ള പ്രതികളുടെ 23 അക്കൗണ്ടുകളുടെ ട്രാൻസാക്ഷൻ പരിശോധിച്ച് ആർക്കൊക്കെ പണം ലഭിച്ചുവെന്ന് കണ്ടെത്തണമെന്നും വോയിസ് ഫോർ വുമൺസ് ആവശ്യപ്പെട്ടു. കേസിൽ അന്വേഷണ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇവർ ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.